പ്രമോ വന്നിട്ടുണ്ട്. അനിമോൾ ഫ്രൈ ആണ് അവിടെ നടക്കുന്നത്. അനിമോൾ, നിനക്ക് നാണമുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇതൊരു റെപ്യൂട്ടേഷൻ ഷോ അല്ലേ? ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മിക്കവാറും അനിമോൾ ഫ്രൈ ആയിരിക്കും. എന്തോ അല്ലല്ല കേട്ടോ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നത്. ഞാൻ മൊത്തം കണ്ടില്ല, വരട്ടെ 9 മണിക്ക് ശേഷം അഭിപ്രായം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബോറാണ് കേട്ടോ. അനിമോൾ ഫ്രൈ ആണ് എന്ന് കാണുമ്പോൾ തന്നെ കുറച്ചധികം പേര് തള്ളി കയറുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വളരെ ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇല്ല ലാലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അനിമോള്. മസ്താനി പറയുന്നുണ്ട്. മസ്താനി ഒരു കള്ളനോട്ടം നോക്കുന്നുണ്ട് ഇങ്ങനെ, അതും പിടിച്ചു വെച്ചിട്ടുണ്ട്. മസ്താനി എടുത്ത് അത്തരം നോട്ടങ്ങളൊന്നും വേണ്ട, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലത്. ജിഷിനും കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷപൂർവ്വം ഇരിക്കുന്ന അപ്പാനി ശരത്, അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന ശൈത്യ. ഇങ്ങനെയൊക്കെയാണോ? മൊത്തത്തിൽ പ്രമോ നമുക്കിട്ടൊരു പണിയാണ് കേട്ടോ. കൗതുകത്തോടു കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോയാണ് എന്ന് അവർ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞു വെക്കുന്നു. ജിഷിന് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ആര്യനെ പറയുന്നില്ല, ജിസേലിനെ പറയുന്നില്ല, അപ്പാനി ശരത്തിനെ പറയുന്നില്ല, അക്ബറിനെ പറയുന്നില്ല, ഇതൊന്നും കാണിക്കുന്നില്ല. ഇതൊന്നും പറയാതെയാണ് ഈ ഷോ എങ്കിൽ ഞാൻ ഇന്നത്തോടെ ഈ പട്ടി ഷോ കാണാനങ്ങ് നിർത്തും. കാരണം ഇതൊന്നും ന്യായമുള്ള കേസുകളല്ല. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടിയെ അത്രയധികം അപമാനിക്കുന്നത്. ഇതിനകത്തും അനുമോൾക്കിട്ടാണ് പണിയെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അവൾ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഡെമോ കാണിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തിനാണ് ഇപ്പോൾ ഡെമോയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? വേണ്ടായിരുന്നു. പക്ഷേ അനുമോൾ പറഞ്ഞതൊരു റെലവൻറ്റ് സാധനമാണ്. അനുമോൾ അത്രയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അനുമോൾക്ക് അത് വായി തുറക്കേണ്ടി വന്നത്. നാണമില്ലെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കാണയില്ലെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളെന്താ ഓയോ റൂമാ തുറന്ന് വെച്ചിരിക്കുന്നത്? അനുമോൾ അതിനകത്ത് കണ്ട കാര്യം പറഞ്ഞു, നിങ്ങൾക്കത് പറയണ്ടായിരിക്കും. ലൈറ്റ് ചെറുതാക്കി ഇട്ട് കൊടുത്ത് പുതപ്പ് മൂടി ഒരാൾ 2 പേരും കൂടെ അതിനകത്ത് കിടക്കുന്ന രീതിയിൽ നിങ്ങളങ്ങനെ മിക്സപ്പ് ചെയ്തിട്ടിരുന്നെങ്കിൽ നിങ്ങൾ നടത്തുന്നത് വേറെന്തോ ആണെന്ന് പറയേണ്ടി വരുവേ. അതാ പെങ്കൊച്ച് പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്താ കുഴപ്പം? മാത്രമല്ല ബാക്കിയുള്ളവരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിന്നി പറഞ്ഞല്ലോ, ബിന്നി പറഞ്ഞിട്ടുണ്ട്, രണ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും പണിഷ്മെന്റ് ഇല്ലേ? ഓൺലി അനുമോൾക്ക് മാത്രം. ഏതായാലും പട്ടിഷോ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് ആ പെങ്കൊച്ചിനെ എല്ലാവരോടും ഇട്ട് പിച്ച് കീറുന്നതിൽ. എല്ലാവർക്കും കുറച്ച് സമാധാനമാകും, സ്പെഷ്യലി അപ്പാനി ശരത്ത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് ഇത്തവണ എവിക്ഷനിൽ നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ പുറത്തു പോകുമെന്ന്. രേണു സുധിയാണ് ആദ്യം അവിടുന്ന് പുറത്തു പോകേണ്ടത്. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നു. രേണു സുധിയും അതേപോലെ ഒനിൽ, അയാളുമാണ് പുറത്തു പോകാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സാബു മോനും കൊള്ളത്തില്ല, അവരൊന്നും ഭയങ്കരമായിട്ടൊന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ ഇവർ 3 പേരും പുറത്തു പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ തെറ്റുകുറ്റങ്ങളുടെ പേരിലാണെങ്കിൽ ആര്യനും അക്ബറും ഒക്കെയാണ് പുറത്തു പോകേണ്ടത്. അപ്പാനി ശരത്ത് മസ്റ്റായിട്ട് പോകണം. പക്ഷെ അവരൊക്കെ പോയാൽ പിന്നെ ഗെയിം ഉണ്ടാവത്തില്ല. അവരൊക്കെ അവിടെ ഉണ്ടാവണം. അനുവിനെ ഇട്ട് വാരണം. ചിലപ്പോൾ അടുത്ത ആഴ്ച അനുവിനെ ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അനുവിനെ എങ്ങനെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. 2 വശമുണ്ട് കേട്ടോ. എങ്ങനെയായിരുന്നാലും ഇത്തവണ അനുവിനാണ് കിട്ടുന്നത്. കുട്ടി മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആയി അതെങ്ങനെ അവിടെ കഴിഞ്ഞുവിടുമെന്തോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സിലാണ് അനു വന്നിട്ടുള്ളത്. അനുവിനിട്ടുള്ള നല്ല പണിയാണ് മോഹൻലാൽ കൊടുക്കുന്നത്. വയലൻ്റായി കിട്ടിക്കാച്ചി സാധനം കൊണ്ടാണ് മോഹൻലാൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം മസ്താനിക്ക് ഇട്ട് കൊടുക്കുന്നത്. മസ്താനിയുടെ ആ നിപ്പ് കാണുമ്പോൾ ഒരു 1.5 നിപ്പാണ്. ശിവനെ കള്ളത്തരം കൈയോടെ പിടിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട്, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നതിൽ നമുക്കൊരു സൂചന കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ പുറത്ത് ഓരോരുത്തരുടെ പാസ്റ്റുകൾ മസ്താനി പറയുന്നുണ്ടായിരുന്നു. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ആ കാര്യം വിലക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വിലക്കിയിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. അപ്പം മസ്താനിക്ക് അത് കിട്ടേണ്ടതാണ്. പക്ഷെ അനുമോളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു നടപടിയാണ്. ആ ഡെമോ കാണിക്കാൻ അവരെല്ലാവരോടും നിർബന്ധിച്ചിട്ടായിരിക്കുമല്ലോ അത് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡെമോ കാണിക്കാൻ നിർബന്ധിച്ചവരെയാണ് കൂടുതലും പറയേണ്ടത്. എന്ത് പറഞ്ഞു ഇല്ല എന്ന് നമുക്കറിയത്തില്ല. പ്രമോ കണ്ടപ്പോൾ ആ പ്രമോയുടെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു എന്നതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും 9 മണിക്കുള്ളത് കാണാൻ നിൽക്കുക. എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് എനിക്കറിയാം ഇതിൻ്റെയൊക്കെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ സീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. വീട്ടിലൊക്കെ വെറുതെ വേറെ പണിയൊന്നും ഇല്ലാതെ പെൻഷൻ പറ്റിയൊക്കെ ഇരിക്കുന്ന ടീച്ചർമാർ, അമ്മമാർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് കാണുക. വീട്ടമ്മമാരൊക്കെയാണ് കാണുക. അത്യാവശ്യം പുരോഗമനവാദികളൊന്നും ഇത് കാണാൻ ചാൻസ് ഇല്ല. പിന്നെ പുരോഗമനവാദികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി ഇതിനകത്ത് കുത്തിക്കയറ്റേണ്ട കാര്യമുണ്ടോ ലാലു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇതെന്തായാലും ആ പുരോഗമനവാദികൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഒരാളുമായിട്ട് ഇഷ്ടം കൂടുന്നതോ പ്രണയിക്കുന്നതോ സെക്സിൽ ഏർപ്പെടുന്നതോ ഒന്നും തെറ്റെന്നല്ല പറയണത്. പക്ഷെ മറ്റൊരു വ്യക്തിയെ ഒരു കാരണവുമില്ലാതെ അകാരണമായി ഉപദ്രവിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ നോക്കി പറയുക എന്നുള്ളത് ഒരു ന്യായമല്ലേ? അത് സദാചാരവാദമാണെങ്കിൽ അത്തരം സദാചാരവാദം ഉണ്ടല്ലോ. നമ്മുടെ സംസ്കാരത്തിൽ അത്തരം സദാചാരങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ അംഗീകരിച്ചത് തന്നെയാണല്ലോ സംസ്കാരം. ഞാൻ സംസ്കരിച്ച് പുരോഗമനവാദത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ പുരോഗമനവാദം എന്ന് പറയുന്നത് ഓപ്പൺ സെക്സ്, ഫ്രീ സെക്സ്, ഇങ്ങനെ ഒരു പബ്ലിക് മീഡിയക്കകത്ത് പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് സൂഹിക്കുന്നതിനെയാണ് പുരോഗമനവാദം എന്ന് പറയുന്നത്. എനിക്ക് ആ പുരോഗമനവാദത്തിനോട് വിശ്വാസവുമില്ല, താല്പര്യവുമില്ല. എൻ്റെ വാദം
തീർച്ചയായിട്ടും സദാചാരവാദത്തിൽ പെടുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. എന്താ അവന് വേറെ ബെഡില്ലേ, അവിടെ വേറെ ആണുങ്ങളില്ലേ, അവൾക്ക് എന്താ ഒരു പെൺകുട്ടിയുടെ ബെഡ് ഷെയർ ചെയ്താൽ പറ്റത്തില്ലേ, അതെന്തിനാ അവർ രണ്ടുപേരുടെ ഒന്നിച്ച് കിടക്കുന്ന, ഭാര്യ ഭർത്താവാണോ, പ്രണയിതരാണോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ എന്തിനാ ഓവർ ഫ്രീഡം കൊടുക്കുന്നത്? ഇത്രയും പേര് കിടക്കുന്നിടത്ത് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ലാലേട്ടൻ്റെ പൊതുസമൂഹത്തിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിട്ടാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ഷട്ടർ താത്തിട്ടിട്ട് അവിടെ പുതപ്പ് മൂടി പിച്ചക്കാർ കിടക്കുന്നതാണ് കിടന്ന് അവിടെ സെക്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് എവിടെ കിട്ടുന്നില്ല, കാറിനകത്തിട്ട് കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാമോ, എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കിടന്ന് ചെയ്യുന്നതിന് ആളുകൾ പിടിച്ചിട്ടുണ്ട്. അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിനകത്ത് കയറിയുന്ന രണ്ടും കൂടെ അതിനകത്ത് നിന്ന് സെക്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് മതി എന്നാണ്. ഒരു ഇതിനകത്ത് മൂടി പൊതിച്ച് കിടന്ന് അവളെ കാണിച്ചിട്ട് ആ കോമാളിത്തരം അവർ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ കഴിഞ്ഞ തവണയും ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ജാഫറും ഗബ്രിയും കൂടെ മറ്റേ റോക്കിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാളെടുത്ത് ഇതുപോലെ ഒരു നാടകം കളിച്ചിട്ടില്ലേ. അപ്പോൾ പ്രൊവോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കുറ്റമില്ല, അനുവിന് മാത്രമാണ് കുറ്റം എന്നുള്ളതാണെങ്കിൽ കഷ്ടമെന്നല്ല ഒന്നും പറയാനില്ല. അതായത് നമ്മൾ പൂർണ്ണമായി കണ്ടില്ല, പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ. കാത്തിരുന്ന് കാണാം. പ്രൊമോക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗാണ്. ഞാൻ വേറെ ഒന്നും കാണുന്നുമില്ല. ലൈവ് സെക്ഷൻ ഡ്രൈ ഡേ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. കമൻറ്റ് നിർബന്ധമായും തരണം. താങ്ക് യു.